ഹലോ ഗൈസ്, ഒരു ഇടവേളയ്ക്ക് ശേഷം അണ്ണൻ മടങ്ങി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് സഞ്ജു വി സാംസന്റെ ക്യാപ്റ്റൻസിയെ വാനോളം പുകഴ്ത്തുവാനായിരുന്നു ഇവിടുത്തെ സോഷ്യൽ മീഡിയയ്ക്കൊക്കെ താല്പര്യം. പക്ഷേ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് സഞ്ജു വി സാംസനെ അതുപോലെ താഴേക്ക് വലിച്ചിട്ട് ചവിട്ടി തേക്കാനും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക്, ഓൺലൈൻ പണ്ഡിറ്റുകൾക്കും യാതൊരു മടിയില്ല. കഴിഞ്ഞ മത്സരത്തിൽ സഞ്ജു വി സാംസൺ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് തനിഷ് കോട്ടൈൻ എന്ന് പറയുന്ന താരത്തിനെ കൊണ്ട് ഓപ്പൺ ചെയ്യിപ്പിച്ചതാണ്. അതിന് വളരെ സോളിഡ് ആയിട്ടുള്ള റീസൺ സഞ്ജു വി സാംസൺ പറയുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം ഇന്നലെ ക്യാച്ച് ചെയ്യുന്ന കാര്യത്തിലും വന്നു. അനാവശ്യമായിട്ട് ബോളർമാർ തൻ്റെ ക്യാച്ച് എടുക്കാൻ വരരുത്, എൻ്റെ കയ്യിൽ കീപ്പിംഗ് ഗ്ലൗസ് ഉള്ളത് കൊണ്ട് ക്യാച്ച് എടുക്കുമ്പം എനിക്ക് ഇത്തിരി അഡ്വാൻറ്റേജ് ഉണ്ടായിരിക്കും, കീപ്പിംഗ് ഗ്ലൗസ് കയ്യിലിട്ടുകൊണ്ട് ക്യാച്ച് എടുക്കുക എന്നുള്ളത് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വിക്കറ്റ് കീപ്പർ ആയിട്ടുള്ള എൻ്റെ റേഞ്ചിൽ വരുന്ന ക്യാച്ചിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്ന് സഞ്ജു വ്യക്തമായിട്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഹെയ്റ്റ്മെയറിന്റെ മാച്ച് വിന്നിംഗ് ഇന്നിങ്സിനെ കുറിച്ചും സഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് അവസരങ്ങളിൽ ഹെയ്റ്റ്മെയർക്ക് ഇനിയും ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും, അദ്ദേഹം ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട്. കളി കൈവിട്ട് പോയപ്പോൾ ഹെയ്റ്റ്മെയറിന്റെ ഇന്നിങ്സ് ആണ് വിജയത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് സഞ്ജു വി സാംസൺ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് മറ്റൊരു കാര്യം കോട്ടൈന്റെ കാര്യം പറഞ്ഞത്, നിലവിൽ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് ഓർഡർ എന്ന് പറയുന്നത് വളരെ സെറ്റാണ്. ജോസ് ബട്ട്ലർ ഓപ്പണിംഗ് സ്ലോട്ടിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ആ ഒരു സ്ലോട്ടിൽ നിലവിൽ ബാറ്റ്സ്മാൻമാരുടെ ഈ ഒരു ക്രമത്തിൽ യാതൊരു തരത്തിലും മാറ്റം വരുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് തനിഷ് കോട്ടൈനെ ആദ്യം ഓപ്പൺ ചെയ്യാൻ പരിഗണിച്ചത്. ബട്ട്ലർ അടുത്ത മത്സരത്തിൽ മടങ്ങി വരുമ്പം കാര്യങ്ങൾ സെറ്റാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. കോട്ടൈൻ ഈ ഒരു സീസണിൽ വളരെ മനോഹരമായിട്ട് രഞ്ജി ട്രോഫിയിൽ ബാറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കൂടിയാണ് കോട്ടൈനെ പരിഗണിച്ചത്. പിന്നെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയായിരുന്നു കോട്ടൈനെ പരീക്ഷിച്ചതിലൂടെ എന്ന് സഞ്ജു വി സാംസൺ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്.